പണ്ടത്തെ രാജർഷികൾ ആ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിക്കുമ്പോഴും ഒരുപക്ഷെ ഭാര്യയെ കൂടെ കൂട്ടിക്കൊണ്ടുപോയേക്കാം. പക്ഷേ അത് കഴിഞ്ഞ് അവസാനത്തെ ആശ്രമം സന്യാസം സ്വീകരിക്കുമ്പോൾ ഭാര്യയെ കൂടി വിട്ടിട്ടാണ് അവർ സന്യാസം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകേണ്ടവരാണ് രാജർഷികളായിട്ടുള്ള അന്ന് പൂർവികന്മാർ ചെയ്തിരുന്നത്. അതാണ് ദശരഥന് ഏറ്റവും നല്ല മാർഗം. അപ്പം ഭാര്യയോടുള്ള അമിതമായ മമത അതിനെ ഉപേക്ഷിക്കേണ്ട സമയമായി എന്ന് കൂടി തീരുമാനിച്ചിട്ടാണ് കൈകേയി ഇത്ര ദാരുണമായൊരു തീരുമാനം ദശരഥനെ കൊണ്ട് എടുപ്പിക്കുന്നതിൽ ദശരഥനോട് ആവശ്യപ്പെടും. അപ്പം അതുവരെ കൈകേയി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ളതാണ് ദശരഥന്. പക്ഷേ പിന്നീട് ദശരഥൻ പറയുന്നുണ്ട്, നീയും മാനും എനിക്ക് ശേഷക്രിയ പോലും ചെയ്യേണ്ട എന്ന് പറയുന്നത്. അത്രയധികം വെറുപ്പ് കൈകേടുണ്ടാക്കാൻ കൈകേയുടെ തീരുമാനം കൊണ്ട് സാധിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മളെ വളരെ അന്ധമായിട്ട് സ്നേഹിക്കുന്ന പല സ്നേഹബന്ധങ്ങളും അവസാനം ഇതേപോലെ തീക്ഷ്ണമായ വെറുപ്പായിട്ട് മാറാറുണ്ട്. ഒരുപാട് പ്രണയവിവാഹങ്ങൾ തകരാനുള്ള കാരണം ഇതുതന്നെയാണ്. ആ പ്രണയത്തിൻ്റെ തീക്ഷ്ണത എത്രത്തോളം ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ തീക്ഷ്ണമായ വെറുപ്പ് അവർക്കിടയിൽ വളർന്നു വരും. അത് എപ്പോഴും വ്യക്തിനിബദ്ധമായ സ്നേഹത്തിൽ ഇതുണ്ടായേ മതിയാവുള്ളൂ. നമ്മൾ ചില ഘടകങ്ങൾ മാത്രം കണ്ടുകൊണ്ടാണ് ഒരാളെ സ്നേഹിക്കുന്നത്. ഇവിടെ മറ്റെല്ലാ ഭാഗങ്ങളും നമ്മൾ ഒരിക്കലും കാണുന്നില്ല. ഈ ചന്ദ്രൻ്റെ സൗന്ദര്യം നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ചന്ദ്രൻ്റെ കാണപ്പെടാത്തൊരു ഇരുണ്ട വശം കൂടിയുണ്ട് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ അതേപോലെ നമ്മൾ ഒരിക്കലും സ്വീകരിക്കുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട അല്ല നമ്മുടെ താല്പര്യമുള്ള ചില ഘടകങ്ങൾ ആ വ്യക്തിയിൽ കണ്ടതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. അത് കൂടാതുള്ള ഘടകങ്ങളൂടെ ആ വ്യക്തിയിലുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് കാണുമ്പോൾ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ വ്യക്തി എപ്പോഴും ജീവിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് ആർക്കും നമുക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മളെ പ്രതീക്ഷിച്ച പോലെ നമുക്ക് ജീവിതത്തിൽ പലതും തീരാൻ സാധിച്ചിട്ടില്ല, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മളെപ്പോലെ നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, പിന്നെ മറ്റൊരാളെ എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് മറ്റുള്ളവരൊരിക്കലും ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാനേ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ലൗകിക സ്നേഹത്തിൽ എപ്പോഴും ലൗകികമായിട്ടുള്ള ഏത് സ്നേഹബന്ധം എടുത്താലും അതിനകത്ത് ഒരു അപൂർണതയുണ്ട്. അതെപ്പോഴും വിദ്വേഷമായിട്ട് മാറാനുള്ളൊരു സാധ്യതയും അതിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. അത് കൈകേയിയുടെ ജീവിതത്തിൽ അത് കൈകേയി വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കും. തന്നോടുള്ള മമത മുറിക്കാൻ കൈകേയിക്ക് ഇത് മാത്രമേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യയോടുള്ള അന്ധമായ ആ പ്രണയം മാറിയിട്ട് രാമനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആണ് ദശരഥൻ ജീവിതം ഉപേക്ഷിക്കുന്നതെങ്കിൽ, ജീവൻ വെടിയുന്നതെങ്കിൽ അത് രാമൻ പരമാത്മാവാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് ദശരഥന് മോക്ഷകാരണമായി തീരും. രാമൻ പുത്രനാണ് എന്നുള്ളത് കൊണ്ടല്ല. ഇതും നമ്മൾ തിരിച്ചറിയണം. രാമൻ്റെ മഹത്വം ഒരുപക്ഷെ ദശരഥനേക്കാളും നന്നായിട്ട് അറിഞ്ഞവളായിരുന്നു കൈകേയി. രാമനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്, രാമനാമം ജപിച്ചുകൊണ്ടാണ് ദശരഥൻ്റെ മരണമെങ്കിൽ അത് ദശരഥന് ശ്രേയസ്കരമാണ് എന്ന് കൈകേയി തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പം നമുക്ക് അമ്മയോടുള്ള ബന്ധം സ്വന്തം അമ്മയെന്നുള്ള നിലയ്ക്കാണെങ്കിൽ പോലും അമ്മയുടെ നാമം നമ്മൾ ജപിച്ചുകൊണ്ട് അമ്മയെ വിളിച്ചുകൊണ്ടാണ് നമുക്കൊരു പക്ഷേ ശരീരം ത്യജിക്കാൻ സാധിക്കുന്നതെങ്കിൽ അത് മറ്റാരെ വിളിച്ചിട്ട് ശരീരം ത്യജിക്കുന്നതിനേക്കാളും എത്രയോ ശ്രേയസ്കരമാണ്. അമ്മയുടെ ആ നാമത്തിന് പോലും നമ്മളെ ഈ സംസാര സമുദ്രത്തിന് അക്കരെ എത്തിക്കാനുള്ള ശക്തിയുണ്ട്. രാമനാമമാണല്ലോ രാമന് ശേഷവും ഇന്നും നിലനിൽക്കുന്നത്. ഇനി ആചന്ദ്രതാരം നിലനിൽക്കുമെന്നാണ് രാമായണത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ രാമൻ ഇന്ന് ആ ശരീരത്തോടുകൂടി നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ രാമനാമം എത്രയോ പേരെ സംസാര സാഗരം കടത്തിവിട്ടിരിക്കുന്നു. ആ രാമനാമമാകുന്ന തോണി. അപ്പം അതേപോലെ അമ്മയുടെ നാമവും നമ്മളെ സംബന്ധിച്ചോളം അന്ത്യകാലത്തും നമുക്ക് തുണയായിട്ട്, നമുക്ക് തോണിയായിട്ട്, അടുത്ത ജന്മങ്ങളിലേക്കോ അല്ലെങ്കിൽ മോക്ഷത്തിലേക്കോ ഉള്ള മാർഗമായിട്ട് അവശേഷിക്കുന്ന അമ്മയുടെ നാമം മാത്രമാണ്. അപ്പോൾ ആ നാമത്തിനോട് ആ നാമം നമുക്ക് അത്രയധികം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കണം. അവസാന ശ്വാസത്തിൽ പോലും അമ്മയെ വിളിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ദശരഥന് അങ്ങനെ ഒരു സാഹചര്യം ആണ് കൈകേയി ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിനിത്ര വില കൊടുക്കേണ്ടി വരും കൈകേയിക്ക് നന്നായിട്ട് അറിയാം. വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് കൈകേയിക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല ഒരു അമ്മയെന്നുള്ള നിലയ്ക്ക് കൈകേയിക്ക് മറ്റൊരു ധർമ്മം കൂടിയുണ്ട്. ഭരതൻ്റെ മഹത്വം അതും ലോകം അറിയണം. ഭരതൻ ഇങ്ങനെ കിട്ടുന്നൊരു രാജ്യം, തൻ്റെ ജ്യേഷ്ഠന് അവകാശപ്പെട്ട രാജ്യം അമ്മ തട്ടിപ്പറിച്ച് എനിക്ക് തരികയാണെങ്കിൽ അത് സ്വീകരിക്കുന്ന ഒരാളല്ല
എന്നും മാത്രമല്ല ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഭരതനും രാമനെപ്പോലെ തന്നെ ഒരുപക്ഷെ രാമനേക്കാൾ ഒരുപടി കൂടുതലായിട്ട് ലോകത്തിൻ്റെ മാതൃകയാണെന്നും കൂടി കാണിച്ചു കൊടുക്കാൻ കിട്ടിയ ഒരവസരമായിരുന്നു കൈകേയിക്ക് അത്. ഭരതൻ എത്രയധികം കൈകേയിയെ വഴക്ക് പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും കൈകേയിക്ക് അല്പം പോലും കുലുക്കം ഉണ്ടാകുന്നില്ല. കാരണം ഇതെല്ലാം കേൾക്കുമെന്ന് കൈകേയിക്ക് എന്നിട്ട് അറിയാം. ഇതെല്ലാം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൈകേയി ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്. കാരണം അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഭരതൻ രാമൻ്റെ പാതകങ്ങൾ വെച്ച് രാമൻ്റെ പ്രതിനിധിയായിട്ട് രാജ്യം ഭരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. രാമന് ഇല്ലാത്ത യാതൊരു സുഖവും രാജകീയ സുഖങ്ങളും ഭരതൻ അനുഭവിക്കുന്നില്ല. രാമൻ എങ്ങനെയാണോ കാട്ടിൽ വെറും മണ്ണിൽ കിടക്കുന്നത് അതേപോലെ പൂയിൽ കിടന്ന് ഒരു തറയിൽ ശയിച്ചാക്കിയാണ് ഭരതൻ രാജ്യഭാരം നടത്തുന്നത്. നഗരത്തിൽ നിന്ന് പോലും മാറി ഒരു ഗ്രാമത്തിലാണ് തൻ്റെ ആവാസസ്ഥാനമായിട്ട് ഭരതൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ രാമനേക്കാളും വലിയൊരു തപസ്വിയായിരുന്നു ഭരതൻ. രാമൻ തൻ്റെ സത്യത്തിന് വിധേയനായിട്ടാണ് കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. അച്ഛൻ്റെ സത്യം പരിപാലിക്കണം, അച്ഛൻ അതുകൊണ്ട് പാപം സംഭവിക്കരുതെന്ന് പുത്രൻ്റെ ധർമ്മമാണ് അവിടെ രാമൻ പാലിക്കുന്നത്. പക്ഷേ ഭരതനോട് ഇങ്ങനെ ചെയ്യാൻ ആരും പറഞ്ഞില്ല. ഭരതനോട് നീ ഇങ്ങനെ രാമൻ്റെ പ്രതിനിധിയായിട്ട് രാജ്യം ഭരിക്കാനോ നീ രാമൻ അനുഭവിക്കാത്ത ഒരു സുഖവും നീ അനുഭവിക്കേണ്ടെന്നോ ഒന്നും ആരും ആവശ്യപ്പെട്ടാൽ അത് ഭരതൻ സ്വയം ഏറ്റെടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. ഒരു മാതൃകാ ഭരണാധികാരിയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഭരതൻ. ഒരുപക്ഷെ ശകുന്തലയുടെ പുത്രൻ ദുഷ്യന്തൻ്റെ പുത്രൻ്റെ ആയ ഭരതൻ്റെ പേരിലായിരിക്കാം ഭരതം എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ പുരാണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ തലമുറകളെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞ കുറേ തലമുറകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയുന്ന ഒരു ഉത്തമനായ ഭരണാധികാരി ദുഷ്യന്തപുത്രനായ ഭരതനേക്കാൾ ഉപരിയായിട്ട് രാമസഹോദരനായ ഭരതനാണ്. കാരണം രാമൻ തിരിച്ച് വരുന്ന സമയത്ത് പറയാനായിട്ട് കൃത്യമായ കണക്ക് വരവ് ചില കണക്കെല്ലാം കൊടുക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ സമ്പത്ത് ഇത്രമാത്രം വർദ്ധിച്ചു, രാജ്യത്തിൻ്റെ അവസ്ഥ ഇതൊക്കെയാണെന്നിട്ട് വളരെ വിശദമായൊരു വർണ്ണന വാൽമീകി രാമായണത്തിൽ വളരെ വിശദമായിട്ടത് വർണ്ണിച്ചിട്ടുണ്ട്. രാജ്യം എത്രത്തോളം ഏതെല്ലാം മേഖലകളിൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടായി, എങ്ങനെയൊക്കെ ഉണ്ടായി എന്നെല്ലാം വളരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിനിധി എന്നുള്ള രചനപ്രതിനിധി എന്നുള്ളതിലേക്ക് ഭരതൻ അത് രാമനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു ഭരണാധികാരിയെ കാഴ്ചവെക്കാൻ സാധിച്ചത് കൈകേയിയെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ കൈകേയിയുടെ ത്യാഗം ഒരു അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നൊന്നുമല്ല ഭരതനിൽ നിന്ന് കൈകേയി കേട്ടത്. ഒരു ഭാര്യയ്ക്ക് കേൾക്കാൻ പറ്റുന്ന വാക്കുകളല്ല ഭർത്താവിൽ നിന്ന് കൈകേയി കേട്ടത്. നാട്ടുകാർ മുഴുവൻ അതുവരെ സ്നേഹിച്ചിരുന്ന കൈകേയിയെ നാട്ടുകാർ മുഴുവൻ വെറുത്തു, അയോധ്യവാസികൾ മുഴുവൻ വെറുത്തു. നാട്ടുകാർ നിന്ദിച്ചു, ഭർത്താവ് നിന്ദിച്ചു, മകൻ നിന്ദിച്ചു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ ദുഃഖമൊന്നും സഹിക്കാനില്ല. എന്നിട്ടും കൈകേയിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നില്ല. അതേസമയം കൗസല്യാകട്ടെ തൻ്റെ മകൻ കാട്ടിലേക്ക് പോകുന്നത് കേട്ടപ്പോൾ കൗസല്യ വളരെ ക്ഷുഭിതയാവുന്നുണ്ട്. അച്ഛനേക്കാളും അമ്മയ്ക്കും ഗുരുത്വമുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് നീ കേൾക്കണം, നീ പോകണ്ട എന്നൊക്കെയാണ് കൗസല്യ രാമനോട് ആവശ്യപ്പെടുന്നത്. ഞാൻ അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് നീ കാട്ടിൽ പോകേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോൾ അവിടെ കൗസല്യേക്കാളും തിളങ്ങുന്ന കഥാപാത്രമായിട്ട് നമ്മളിവിടെ കാണുന്നത് കൈകേയിയാണ്. അത് രാമനെ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. കാരണം മോക്ഷത്തിന് സഹായിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ സേവനം അതാണ്. അപ്പം അതിലാണ് കൈകേയി പ്രാധാന്യം കൽപ്പിച്ചത്. മറ്റേ 3 പുരുഷാർത്ഥങ്ങൾക്കുമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് രാമന് എപ്പോഴും കൈകേയിയുടെ ഒരു ആദരവ് പുലർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്.